ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 1 പോട്ട് ഡിഷാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇടുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്കിത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ടാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് 3-4 ഗ്രാമ്പു, 4 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 തക്കോലം എന്നിവ ഇടുക. പിന്നെ ഞാൻ 2 ബേസിൻ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലതാണ് കേട്ടോ. പിന്നെ അവയൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 4 പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി കുറച്ചാണ് ചേർക്കണുള്ളൂ, പച്ചമുളകിൻ്റെയൊക്കെ എരിവുള്ളതുകൊണ്ട് എരിവ് കുറച്ച് മതി. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് ആഡ് ചെയ്യുക. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ബീൻസും കൂടെ ചെറുതായി അരിഞ്ഞതോടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കാം. വെജിറ്റബിൾസ് ആദ്യം ഒന്ന് വേവട്ടെ. നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ്സ് മൂടി വയ്ക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 3 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ അതിന് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. വെള്ളത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക. ഉപ്പൊന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് അരി വേകുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്യാം. ഞാൻ പിന്നെ ഇതിലേക്ക് ഈ ചിക്കൻ മാഗി ക്യൂബിൻ്റെ ഒരു ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. മാഗി ക്യൂബിന് കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലൂടെ ഒഴിക്കുകയാണ്. പാൽ ആഡ് ചെയ്യുമ്പം ചോറ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. മൂടി വയ്ക്കുക. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുതിർത്തി വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് അരി ചേർത്ത് കൊടുക്കുക. അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണിത്. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിടാം. ഇത് ഏകദേശം ഒരു 3/4 വേവായി. അപ്പോൾ ഞാനൊന്ന് അരി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നോടെ ഒന്ന് മൂടി വയ്ക്കുക. നമുക്ക് ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ സവാള വറുത്തിടുകയോ കാഷ്നട്ട് റൈസിൻസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കുക. എന്നിട്ട് ജസ്റ്റ് എല്ലാം അരിയൊക്കെ ഒന്ന് ഇളക്കി വെക്കുക. ഇത് കണ്ടോ, കറക്റ്റായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ട് ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.